എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇച്ചിരി പരിപാടിയായിട്ട് ഇറങ്ങിയേക്കും. ഞങ്ങൾ കൊക്കോ പൊട്ടിക്കലാട്ടോ. അപ്പോൾ കുറേ നാളായി കൊക്കോക്കൊക്കെ പൊട്ടിച്ചത്. ആ വേനക്കൊക്കെ ഇത്തിരി കൊക്കോക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇപ്പോഴും ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ, എന്നാലും അന്നത്തേക്കാളും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കുക. ഇപ്പോൾ കൊക്കോയ്ക്ക് വില ഉണക്കയ്ക്ക് 400 എങ്ങാണ്ടൊക്കെ ഉണ്ട്, പച്ചയ്ക്ക് 140 ആ ഒരു ഇതാ വന്നെ. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ നല്ലതാണോ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇങ്ങനെ കൊക്കൊക്കെ പൊട്ടിക്കുന്ന പൊന്നിന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം പൊന്നു കേട്ടോ ഇങ്ങനെ പെറുക്കി തരുള്ളൂ, ഇഷ്ടമാണ്. അപ്പോൾ ഇതിവിടെ കിടന്നിട്ട് കൊണ്ടുപോയിട്ടിട്ട് 2 ദിവസമായി. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും അലക്കാനും പറക്കാനും എല്ലാം തുടയ്ക്കാനും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതായതുകൊണ്ട് ഞാൻ കൊക്കോ പൊട്ടിച്ചില്ല. അപ്പോൾ 2 ദിവസമായി. അപ്പോൾ പൊന്നൂസ് ഇന്ന് സൺഡേ ആട്ടോ ഞാൻ മേടിച്ചേനെ. അപ്പോൾ പള്ളി കഴിഞ്ഞ് വന്നു. ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ ആദ്യ കുർബാനയാണ്. അപ്പോൾ ഇനി 2 ആദ്യ വീടുകളിലൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കുവാണെങ്കിൽ നല്ല വെയിലുള്ള സമയമല്ലേ, അപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടിക്കോളൂല്ലോ. ഇനി എപ്പോഴാണ് നമ്മുടെ കാലവർഷമൊക്കെ തുടങ്ങണമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പൊന്നു രാവിലെ തൊട്ട് പള്ളി കഴിഞ്ഞ് വന്നതേ മുറ്റത്തേക്ക് ഇറങ്ങിയത് പറഞ്ഞു തുടങ്ങിയതാണ്. അമ്മയെ കൊക്കൊക്കെ പൊട്ടിക്കാൻ ഇങ്ങനെ ഓരോന്ന് അവൾ എടുത്ത് തരുവേ. അപ്പോൾ അതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നിട്ട് ഈ പൊട്ടിയ കൊക്കൊക്കെ നമ്മൾ പറിക്കുമ്പോൾ നിലത്തിയാടി പൊട്ടണ കൊക്കൊക്കെ ഉണ്ടല്ലോ ഉള്ളതുകൊണ്ട് കൂവീച്ച, നല്ല കൂവീച്ചയുണ്ട്. ഈ കൂവീച്ച അവസാനം നമ്മുടെ കിച്ചണിലേക്കൊക്കെ കയറി വരും. അതുകൊണ്ട് ഈ പരിപാടി അങ്ങ് തീർക്കാലോ എന്ന് ഓർത്ത് ഞാൻ രാവിലെ തന്നെ ഇരുന്ന കേട്ടോ. അപ്പോൾ ഈ നല്ല തൊണ്ടൊക്കെ ഉള്ളത് നമ്മൾ എടുത്ത് വെക്കുവാണെങ്കിൽ കന്നാലിക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. എഡ്വിൻകുട്ടനെ കണ്ടിട്ട് കുറച്ചായില്ലേ. എഡ്വിൻകുട്ടൻ എൻ്റെ വീട്ടിലാട്ടോ, അവൻ പോകുന്നില്ല. കോതങ്കോത്ര അല്ലേ പൊന്നു? പൊന്നൂസിന് അവിടെ ഇരിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്ക് അവിടെ വിട്ടിട്ട് വരാൻ അത്ര അങ്ങ് തന്നെ നിൽക്കാറായില്ലല്ലോ. ഞാൻ അവളെ ഇങ്ങോട്ട് അമ്മേനെ കാണണമെന്ന് പറയും, ശരിയാ. പക്ഷെ ഇപ്പൊ എഡ്വിൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവളെ നേരം കൊണ്ടുപോയി വിടുക, അവിടെ കൊണ്ടുപോയി വിടുക, ഞാൻ അവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞ് ഇവിടെ ബഹളം. അവിടെ അവളെ വിട്ടിട്ട് വന്ന് അവനെ നിർത്തില്ല. അങ്ങനെയൊക്കെ ഞങ്ങളുടെ വിശേഷങ്ങളാണ്. അതുകൊണ്ട് ഇപ്പൊ എഡ്വിനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോയ്ക്ക് ഒരു ചെറിയ ഷോർട്ടേജ് ഒക്കെ വന്നേക്കണം കേട്ടോ. ഇതുണ്ട് ഇപ്പൊ കൊക്കോയിൽ ഇതുണ്ട് ഇങ്ങനെ ഒരു ഇത്. നമുക്ക് നല്ല മഴയാകുമ്പോൾ നമുക്ക് കൊക്കോയ്ക്കൊക്കെ മരുന്നൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മരുന്നടിക്കാത്തത് കൊണ്ടാണ് വന്നേക്കണം. പക്ഷേ പൂവും കൂടെ ഉണ്ടാവണോണ്ട് മരുന്നടിക്കുമ്പോൾ ആ പൂവ് ഇങ്ങനെ വിടരില്ലാണ്ട് വരും. അതുകൊണ്ട് കൊക്കോയ്ക്ക് ചെറിയ പുള്ളും ബ്രാഞ്ചും കൂട്ടൊക്കെ അടിക്കണം. പൊന്നുവിൻ്റെ മുടിയൊക്കെ വെട്ടിയത് എല്ലാവരും കണ്ടോണ്ടാ. പൊന്നുവിൻ്റെ മുടിയൊക്കെ വെടിച്ച് അങ്ങോട്ട് നീങ്ങി ചെന്നേ, എന്നാലും പൊന്നുവിനെ കാണാൻ പോകും. അങ്ങോട്ട് നീങ്ങി നിൽക്കാം വേണ്ട. തന്നെ ഉള്ളതുകൊണ്ട് ആകെ വഴക്കാളി കേട്ടോ, നല്ല വഴക്കാളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസായിട്ട് അറിയിച്ചാൽ നമുക്കൊരു സപ്പോർട്ടായിരുന്നു കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ ഞങ്ങളിടുന്ന ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നോ ഇഷ്ടമാണോ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.